പോറ്റി നിന്ന് കൊരങ്ങനെ പോലെ നോക്കുന്ന കണ്ടില്ലേ? മന്നാടിപുരം മന്നാടിയമ്മാരുടെ കുടുംബ വക്കീലാണ് പോലും. ദേ വന്ന് നിൽക്കുന്നു തോറ്റു തൊപ്പിയിട്ട്. ആരാടോ തനിക്ക് ഈ ബിരുദം തന്നത്? ഇന്നലെ വന്നവൻ കേസുകൾ ഓരോന്നായി ജയിക്കുന്നു. എന്തിനു പറ്റും തന്നെ കൊണ്ട്? എന്നാ ഞാൻ പോയി പൂത്തിരി കത്തിച്ചിട്ട് വരാം. നിക്കേ, ഇനിയെങ്കിലും അയാളെ ഇവിടെ നിന്ന് ഓടിക്കാൻ തന്നെ കൊണ്ട് പറ്റുമോ? പറ്റും. ഈ ഈശ്വരനെ അത് പറ്റൂ. ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നല്ലേ. പിന്നെയാണ് ഇന്നലെ വന്ന ഈ സേതുരാമൻ. അവനെ ഞാൻ മന്നാടിയമ്മാരും പിന്നെ 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 ആളും ഈർച്ചവാള ആള് സേതുരാമൻ. ഓടിക്കേറി വന്നവന് ഓണസത്തെ വിളവെന്നോടി. മണ്ണുഞ്ഞാരി എന്നോ പെണ്ണിനെ കൊണ്ടുപോയി. താനൊന്നും അറിഞ്ഞില്ലടാ കാല. അയ്യോ അയ്യോ, ഞാനിപ്പോ പോവും. അല്ല, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയായിരുന്നു. ഈശ്വരൻ വക്കീൽ, ഞാനിവിടെ ഉണ്ടേ. മൂവാണ്ടപ്പ വെട്ടട്ടെ. സേതു, ഇവനെ കേസ് കെട്ടുപുറയുടെ 7 അയൽവക്കത്ത് അടുപ്പിക്കരുത്. അത് ഞാൻ ഏറ്റു. ചുമ്മാതല്ല പ്രായമാവുന്നതിന് ഭാര്യ എത്തിയത്. എന്താ പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു. ഈ വക്കീൽ പറയുകയാണ് ചുമ്മാതല്ല പ്രായമാകുന്നതിന് മുമ്പ് ചാകാൻ പോകുന്നതെന്ന്. ഇപ്പൊ സുഖണ്ട്. അപ്പൊ വേദന മാറി. ഞാനേ ആ മുറ്റത്ത് പോയി ഒന്ന് കാറ്റ് കൊള്ളട്ടെ. അപ്പൊ മൂവാണ്ടമ്മാവ്? ആ മൂവാണ്ടമ്മാവ് വെട്ടി ഇവനെ അങ്ങോട്ട് ദഹിപ്പിക്ക്. ബാക്കിയുണ്ടെങ്കിൽ അവന്റെ അച്ഛന്. വലിയ തട്ടിപ്പോയി. ആ സ്ഥാനത്തേക്ക് കയറി പറ്റാമെന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചു പോയല്ലേ. വരൂ. കോരിച്ചൊരിയുന്ന മഴ പെയ്യട്ടടോ. കൊടുങ്കാറ്റ്. എന്നിട്ട് ഉദയനൻ വാതിൽ തള്ളി തുറന്നു. മുന്നോട്ട് വന്നു. ചിലങ്കയുടെ ശബ്ദം. നിർത്തി. അയ്യോ, കിഴി നിർത്താനല്ലോ പറഞ്ഞത്. പിടിച്ചു നിർത്താൻ. എരണം കെട്ട വക്കീല്. താനോ? ഞാനല്ല, ആ സേതുരാമൻ. ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കണു. ആർച്ചയുടെ അനുവാദമില്ലാതെ ഒരു പെണ്ണി തിരുമുറ്റത്ത് കാലുകുത്താൻ പാടില്ല എന്നുള്ള നിയമം ആ കൊസ്രാക്കൊള്ളി കോന്തൻ സേതുരാമൻ വക്കീല് ലംഘിച്ചിരിക്കുന്നു. പോയി നോക്കിയാട്ടെ. അതുവരെ കിഴി എനിക്ക് പിടിക്കാട്ടെ. ഇത് ഡോക്ടർ മഞ്ജു MBBS, മന്നാടിയാമ്മാരുടെ കുടുംബ ഡോക്ടർ. എന്നു മുതൽ? ഇന്നു മുതൽ. അത് തീരുമാനിക്കാൻ. അതെ, പുറന്തോട്ടി വൈദ്യൻ ഇതിനകത്ത് ഇടപെടണ്ട. ഇതുവരെ ഉള്ളവർ മാത്രം സംസാരിക്കേണ്ട കാര്യമാണ്. വക്കീലെ, ഇവിടെ ഇപ്പൊ ആവശ്യത്തിന് എല്ലാവരും ഉണ്ട്. ആവശ്യത്തിനല്ല, അനാവശ്യത്തിന് ഒരുപാട് പേരുണ്ട്. ആനക്കാരനും അരുവപ്പുകാരനും ഗുമസ്തനും വൈദ്യരും വക്കീലും എല്ലാവരും ഉണ്ട്. മന്നാടിയാന്മാരുടെ അന്തസ്സും ആരോഗ്യവുമാണ് എന്റെ ലക്ഷ്യം. അത് നിസ്സാരമാണെന്ന് ആരെങ്കിലും കരുതിയാൽ വെച്ചേക്കലും ജനവരെ. ഇന്നലെ ഗജേന്ദ്ര മന്ന വന്ന പോലെ രക്കിട്ടം വീരേന്ദ്ര മന്നാടിയാർക്ക് വന്നാൽ വരില്ല. വരില്ല. ഇതുപോലെ രക്കിട്ടം മർമാണിയുടെ കിഴി കൊണ്ട് തീർക്കാവുന്ന കരുതുന്നുണ്ടോ? മന്നാടിയാന്മാരെ തീർക്കാവുന്ന നീയും കരുതണ്ട. ആരോഗ്യമാണ് സർവ്വതനാൽ പ്രധാനമെന്നാണല്ലോ പഴഞ്ചൊല്ല്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ല. ഗജേന്ദ്ര മന്നാടി അകത്തുണ്ടോ? ഉണ്ടോ? എന്ത് പഴഞ്ചൊല്ല്? വാടോ. ഹലോ, എന്റെ ഈ പാര തടയാൻ തന്റെ കട്ടപ്പാരയ്ക്ക് പറ്റൂല ഈശ്വര. നമുക്ക് നോക്കാം ഈശ്വര. ഡോക്ടർ വന്നട്ടെ. ഇൻഫീരിയർ കോംപ്ലക്സ് കം പാരാലിസിസ്. എന്റെ അമ്മേ. എന്താ വക്കീലെ? പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞതിന്റെ അർത്ഥം ഹൗസിംഗ് കോംപ്ലക്സ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാണോ? അതെ. മൈ ഗോഡ്, എങ്കിൽ ഇനി എനിക്കൊന്നും കേൾക്കണ്ട. എന്താ വക്കീലെ പറ. ഓ, എനിക്കതിന് ശക്തിയില്ല, ഞാൻ പറയില്ല. എനിക്ക് കേൾക്കാൻ ശക്തിയുണ്ട്, വക്കീല് പറ. ഞാൻ പറയാൻ പോവാണ്. അവസാനം ഞാൻ പറഞ്ഞെന്ന് പറയരുത്. അയ്യോ, ഞാൻ പറയില്ല, വക്കീല് പറ. ഞാൻ എങ്ങനെ പറയും, പറയാതിരിക്കും? അങ്ങയുടെ രക്തം ദിനം പ്രതി ആവിയായിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങനൊരു രോഗം ഈ ലോകത്തില്ല എന്നാര് പറഞ്ഞു? ഇത് ഈ വർഷം റിലീസായ രോഗമാണ്. തന്നെ ലോ കോളേജിൽ മെഡിസിൻ ആണോ പഠിപ്പിച്ചേ? ഇതറിയാൻ മെഡിസിൻ ഒന്നും പഠിക്കണമെന്നില്ല. കോമൺ സെൻസ്. ലോയും മെഡിസിനും തമ്മിൽ കൂട്ടിക്കൊടിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയോ? അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറാരോഗിയാണ് മന്നാടിയാർ. അങ്ങനെയുള്ള ഒരാളുടെ മുമ്പിൽ വെച്ചാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? ഹ്യൂമാനിറ്ററി കൺസിഡറേഷൻ വേണം. അവിടെ ഇരുന്നാട്ടെ. ഡോക്ടർ, ഒരു നിമിഷം. ഇനി എന്ത് ചെയ്യും? ചികിത്സയുണ്ട്, പക്ഷെ കാലതാമസം വരും. കാലം വരുമെന്നോ? കാലം വരുമെന്നല്ല, കാലതാമസം. അയ്യോ, പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ കൂടെ താമസിക്കും. എന്റെ കൂടെയാ? അല്ല. പിന്നെ എന്റെ കൂടെയോ? അല്ല, പിന്നെ ഇവിടെ ഔട്ട് ഹൗസിൽ താമസിക്കും. ഈശ്വരാ, എടോ വിളിച്ചത് കേട്ടില്ലേ? ഓ, എന്നെയാണോ? ഞാൻ വിചാരിച്ചു ഒറിജിനൽ ഈശ്വരനെയാണെന്ന്. എടോ, മുറി കാണിച്ചു കൊടുക്കണോ? കയ്യിലെ മുറിവാണോ കാലിലെ മുറിവാണോ? തന്റെ മുറിവല്ല, ഡോക്ടർക്ക് മുറി കാണിച്ചു കൊടുക്കാൻ. ഓ, റൂമാ. വരൂ. ഞാനിനി എന്താ ചെയ്യാ വക്കീലേ? എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? സംശയമുണ്ട്, ഇങ്ങോട്ട് നോക്ക്. എന്താ? ബന്ധുക്കളെ കറിക്കാറായോ? അതൊന്നും ഇപ്പൊ വേണ്ട, പറയാം. അണ്ണാ, ഞങ്ങളെ വിട്ട് പോവേണോ? ആർച്ചക്കുഞ്ഞേ,
അവൾ ലേഡിയുമല്ല ഡോക്ടറുമല്ല, അവന്റെ ഭാര്യയാണ്. കൂട്ടുകാരിയെ കൂടെ പാർപ്പിക്കാൻ വേണ്ടി നുണ പറഞ്ഞു കയറ്റിയതാ. എന്റെ ഭഗവതി, നീ ഇതൊന്നും കാണുന്നില്ലേ? ചെങ്കോട്ട വീട്ടിൽ സേതുരാമൻ നിന്നെ പാഠം പഠിപ്പിക്കാൻ പോകുന്ന ഏത് വിധത്തിലാണെന്ന് കണ്ടോ? അമ്മേ മുതലാളി, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനല്ലടാ. കൊമ്പനാനെ ഉള്ളിടത്ത് കുഴിയാനെ മതിക്കണ്ട. നോക്കിയും കണ്ട് നിന്നില്ലെങ്കിലേ ഈ സേതുവിന് ഒരു ഒറ്റ പാര മതി നിന്നെ പുറത്താക്കാൻ. മനസ്സിലാക്കിക്കോ. ഈശ്വരനെ പാര വെച്ചാലുണ്ടല്ലോടാ, നിന്നെ ഞാൻ വെടിവെക്കൂടാ. ഒറ്റ വെടിയല്ല, ഡബിൾ വെടി. നീ സൂക്ഷിച്ചോ. കരിക്കും. അകത്ത് കേളിയോട്ട് തുടങ്ങി. ആര്? മണ്ണ് കൊണ്ടുള്ള പ്രകൃതി ചികിത്സയാ. ഡോക്ടർ ചെറുപ്പക്കാരിയാണെങ്കിലും കൈപ്പുണ്യമുള്ളവളാ. ഡോക്ടർ വന്നപ്പോ ശരീരത്തിനൊരു സുഖം. എനിക്ക് സുഖം മനസ്സാനിയാ. ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ? ഓടിയിരിക്കണം, വൈകുന്നേരം വരെ ഓടിക്കൊണ്ടേയിരിക്കണം. ഓട് 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 ഓട്. ഒരു സംശയം. സംശയിക്കാൻ ഒന്നുമില്ല. ഓട് ഓട് ഓട്. ആ. കണ്ടില്ലേടി നാട് വിറപ്പിക്കുന്ന നിന്റെ ചേട്ടന്മാരെ വിഡ്ഢിവേഷം. ഭാര്യമാരെ മറന്ന് ജീവിക്കുന്ന മന്നാടിയാമാരെ മയക്കാൻ സേതുവിന് ക്ലോറോഫോം ഒന്നും വേണ്ട. മനസ്സിലായില്ലേ? പിന്നെ നിൽക്കുകയാണ്. ഓട് ഓട് ഓടല്ലേ പറഞ്ഞു. അയ്യോ ഡോക്ടറെ, ഓടി വരണേ. കുറെ നേരമായി കരച്ചിൽ തുടങ്ങിയിട്ട്. നീ ഒന്ന് പോകുന്നുണ്ടോ? ഇങ്ങനെ അഭിനയിക്കാൻ എനിക്ക് പേടിയാ. ജനിച്ചിട്ട് ഇതുവരെ പെണ്ണുങ്ങളെ കാണാത്ത പോലെ അവന്മാര് നോക്കുന്നത്. നോട്ടം മാത്രമേ ഉള്ളൂ, വെറും പൊങ്കന്മാരാ. അയ്യോ ഓടി വരണേ. പിന്നെ എങ്ങനെ നല്ലറന്ന്. നീ ഒന്ന് പോകുന്നുണ്ടോ? മുഴുവനായിട്ട് ഒരു മരുന്നിന്റെ പേര് പറയാൻ പോലും എനിക്ക് അറിയത്തില്ല. ഇത് എന്ത് ഭാവിച്ചാ? അഭിനയിച്ചു തുടങ്ങി, ഇനി പൂർത്തിയാക്കിയേ മതിയാവും. ഒന്ന് വേഗം വാ. നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ പറയുന്ന പോലെ ചെയ്. ഇങ്ങോട്ട് വാടോ. അയ്യോ കൈ പൊള്ളി. കിഴിച്ചട്ടി അകത്തി പിടിക്കണോ? അടുത്തിരുന്നാ മതി. എന്റെ അസുഖമൊക്കെ പമ്പ കിടക്കും. അതെ, മണ്ണാടിക്ക് മാറിനാണ് വേദന. കരത്തിൽ കേട്ടപ്പോഴേ കിഴിയാൻ ചൂടാക്കി. നിങ്ങളെ ആരാ ഇപ്പൊ കൂടി വിളിച്ചത്? ഓടോ. പൊക്കോ പൊക്കോ, താൻ പൊക്കോ. പോ. താൻ പോയില്ലേ? ഞാനും പോണോ? പോവാം ഓടോ. ഇനി കുറച്ചേരം ഞാനും കാണട്ടെ. ഓടോ. അയ്യോ ഡോക്ടറെ, തലവേദന എടുക്കല്ലേ? അയ്യോ തലവേദന എടുക്കുന്നേ. ചൂട് കിഴിവൈ. എവിടാ വേദന? തലയ്ക്കാ വേദന. തലവേദനക്ക് എന്തിനാ വയറ് പിടിച്ച് വലിക്കുന്നത്? തലയും വയറോ കൊണ്ടാണോ? ആറിലോളത്തിന്റെ പേര് കുറുന്തോട്ടിലരച്ച് കടുകണ്ണയും കാഞ്ഞിരക്കൊരു സമം ചേർത്ത് ഇപ്പൊ തരാം. കൂടെ കിഴിയും. ആടിനോടകം താത്തിന്റെ കുറുന്തോട്ടി അരച്ച് ഇവന് കൊടുക്കും. അപ്പ കിഴിയോ? കൊണ്ടുപോയി തന്നെ അപ്പന് കൊടുക്കും. പോ. അയ്യോ എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് മതിയേ. ഡോക്ടർ എന്നെ പരിശോധിച്ചു കഴിഞ്ഞു. ഡോക്ടർ ഇളയ അനിയനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അയ്യോ, എനിക്ക് വയ്യേ. എന്താ? പോണോ? പോയി. എന്റെ എന്തോ ഒന്ന് കളഞ്ഞു പോയി. പോടോ പുറത്തേക്ക്. പുറത്തേക്ക് പോടോ. എന്താ വേദന. എവിടെ? ദേഹം ആസകലം വേദന. ഞാനിവിടെ ഇരിക്കാം. വരൂ. അയ്യോ എന്താ പട്ടി മൂങ്ങുന്നത്? അതോ അത് പട്ടി മൂങ്ങുന്നതല്ല കുഞ്ഞെ, ചില ആണുങ്ങൾക്കുണ്ടാവുന്ന അസുഖോ. എന്റെ മന്നാടി ഭഗവതി ഈ മൂന്നും കൂടെ മോങ്ങി മോങ്ങി എന്തോ വരുത്തി വെക്കുവോ എന്തോ. അയ്യോ ഈശ്വരാ ഈശ്വരാ. വരൂ, വേഗം വരുന്നേ. ഈശ്വരനെ വിളിച്ചോ? തേ വന്ന് നിൽക്കണു പണ്ടാറടങ്ങാൻ. ഞാൻ വിളിച്ചത് ഈശ്വരനല്ല, പിശാചിനെയാ. ഒന്ന് പോടോ, ഒന്ന് വേഗം പോടാം. പോകാം. അയ്യോ തീ ഇവിടെ തന്നെ മൂത്ത മന്നാടിയാർ വിളിക്കുന്നു. കിഴി പിടിക്കാനായിരിക്കും. പോയി കിഴിക്കോ. അല്ല, കിഴി എവിടെ വെക്കണം? നല്ല ചൂടുണ്ടാ? പിന്നെ നല്ല ചൂടുണ്ട്. എന്നാ തൽക്കാലം ഇത് പിടിച്ചോ. ചട്ടിയിലിട്ട് നിന്നെ ഞാൻ വറക്കും. കൂടെ എന്താ എന്ത് ഇവിടെ വാ എനിക്കാ. എന്ത് പറ്റി? ഈ അസുഖം നേരത്തെ വന്നിട്ടുണ്ടോ? പണ്ട് എന്റെ ഭാര്യ പുഷ്പവല്ലി ഉണ്ടായിരുന്നപ്പോ വന്നോണ്ടിരുന്നതാ. ഇപ്പൊ പിന്നെ ഡോക്ടർ വന്നപ്പോ വീണ്ടും തുടങ്ങി. പരിശോധിച്ചോളൂ നിർത്താതെ പരിശോധിച്ചോളൂ. പരിശോധിക്കുമ്പോ എന്താ ഒരു സുഖം. അസുഖം എനിക്ക് മനസ്സിലായി. ഇതാ ഇത് കഴിച്ചാ മതി. അങ്ങനെ ഒരു ഗുളി കൊണ്ട് മാറുന്നു എന്നല്ല ഈ കിട്ടം. ഡോക്ടർ എന്റെ നെഞ്ച് വേദനിക്കുന്നേ. ഓടി വരണേ. അതാർക്കാ പുതിയൊരു വേദന? വക്കീലിന്. അവന്റെ നെഞ്ച് പൊട്ടി പൊളിഞ്ഞു പോണേ. അങ്ങോട്ട് പോട്ടെ. ഡോക്ടർ ഇവിടെ നിക്ക്. അയ്യോ രോഗി വിളിച്ച പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ വരാം. വരണേ. വരാം.
വരില്ലേ? വരാന്നേ. ആ മന്നാടിയാമാർ വടിയാവോ? ആർക്കറിയാം? ഓരോ ഉറക്ക ഗുളിക വീതം കൊടുക്കാല്ലേ പറഞ്ഞത്? 5 എണ്ണത്തിൽ ബാക്കി 2 എണ്ണം എവിടെ? അതും ചെലവായി. എവിടെ ചെലവായി? എന്റെ സമ്മതമില്ലാതെ എനിക്ക് എന്റെ വീട്ടിൽ പടയൊരുക്കം നടത്തുന്നു. ആർച്ചയൊന്ന് ആഞ്ഞടിച്ചാൽ 1 നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന് അവൻ അറിയില്ല. അടിമാടന്മാരെ 3 ചേട്ടന്മാരില്ലേ, അവരടിക്കും. അവർക്ക് പറ്റില്ലാന്ന് വെച്ചാൽ ഞാൻ അടിക്കും. താനോ? തന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാനാവില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ശക്തി കൊണ്ടല്ല ഈ ഈശ്വരൻ അവനെ ഒതുക്കാൻ പോകുന്നത്. ആ ഈശ്വരൻ തന്നെ ബുദ്ധി കൊണ്ടാണ്, മനസ്സിലായോ? ശരിയാ, അത് തനിക്ക് ഇഷ്ടം പോലെയുണ്ട്. മന്ദബുദ്ധി. പപ്പടം എടുക്കലേ, പപ്പടം പിന്നെ ഒരു പപ്പടമൊക്കെ എടുക്കാം. അയ്യോ പൊട്ടി. ആർക്കാ ഇത്? ആർച്ചയ്ക്ക്. ആനയ്ക്കോ? ആർച്ചക്കുഞ്ഞിന്. കൊള്ളാം. നീ ആ കൊച്ചിനെ കൊലയ്ക്ക് കൊടുക്കാൻ പോവാണോ? ഫാറ്റും ഷുഗറും കൂടി ആർച്ച കിടപ്പിലായാലേ മന്നാടിയമാർ ഡോക്ടർ എടുത്താ കാരണം ചോദിക്കുന്നത്. ഫാമിലി ഡോക്ടർ ഉള്ളപ്പം ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും അസുഖം വന്നാൽ ഫാമിലി ഡോക്ടർക്ക് അതിന് ക്ഷീണം അല്ലേ ഡോക്ടറെ? പിന്നെ ആ എന്ത് വന്നാലും അത് ആർച്ച സഹിച്ചോളാം. എന്റെ കാര്യത്തിൽ ആരും തലയിടണ്ട. ആ തലയുടെ കാര്യം പറഞ്ഞപ്പോഴാ വേറൊരു കാര്യം ഓർമ്മ വന്നു. ആർച്ച വലിയ തലവേദനക്കാരിയാ. ഡോക്ടർ ആ പാവയ്ക്ക ജ്യൂസ് ഇട്ട് കൊടുത്തേ. ഈ പാവയ്ക്ക ജ്യൂസ് കൊടുത്താൽ തലവേദന പമ്പ നടക്കും. എന്താ ഇവിടെ ബഹളം? അല്ല, ആർച്ചയ്ക്ക് ഷുഗറിനുള്ള മരുന്ന് കൊടുക്കുക, കുടിക്കുന്നില്ല. പഞ്ചാര കൂടുന്നത് പെണ്ണുങ്ങൾക്ക് നല്ലതല്ല. പറഞ്ഞത് അനുസരിക്ക് പെങ്ങളെ. പഞ്ചാര കുടിയാ കൂമ്പ് വാടിപ്പോവും. ഇങ്ങനെ കുടിക്കേ. കുടിക്കേ. വേണ്ട ഏട്ടാ. കുടിക്കേ. ഒറ്റ വലിക്ക് കുടിക്കേ. നിന്റെ മൂത്ത എണ്ണ പറയണേ. കുടിക്കേ. ആ കുടിക്ക് കുടിക്ക് കുടിക്ക്. സേതു, എന്തോ? ഇവരുടെ ഭക്ഷണ കാര്യത്തിൽ നിന്റെയും ഒരു കണ്ണ് വേണം. ഒരു കണ്ണ? എന്റെ 2 കണ്ണും ആർച്ചയുടെ പുറത്തല്ലേ. മന്നാടിയാർ പോയി വിശ്രമിച്ചാട്ടെ. ഞാനിപ്പോ വിശ്രമിച്ചുള്ളൂ. എന്നാലും കുറച്ചുകൂടി വിശ്രമിച്ചാട്ടെ. ഇവിടുത്തെ കാര്യം ഞാൻ ശരിയാക്കി തരാം. ഏറ്റല്ലോ? ഏറ്റു. ആർച്ചേ ദാ പോലെ ആളുടെ വള്ളക്കരക്ക് പോവോ? ഇക്കരെ അക്കരക്കല്ലാതെ പിന്നെ ഇക്കരക്ക് പോകാൻ പറ്റുമോ? ചക്കര ചൂടാവല്ലടാ. ഇതേതാ? പഞ്ഞീര ഡ്രൈവറാ? പോടാ. നീ ഏതാടാ ഇർക്കാ? നിന്റെ പ്രസവം ഞാൻ എടുത്തിട്ടില്ലല്ലോ. അതിന് ഞാൻ പ്രസവിച്ചിട്ടില്ലല്ലോ. നിന്റെ അല്ലടാ, നിന്റെ തള്ളയുടെ. തള്ളക്ക് പറഞ്ഞല്ലോ. പറഞ്ഞാ നീ എന്റെ അയ്യോടാ. ആ വഞ്ചി വിടെ, വഞ്ചി വിടെ. അവന്റെ ആ കൂട്ടുകാരനോട് ചോദിച്ചാൽ അറിയാം അവൾ അവന്റെ എത്രാമത്തെ ഭാര്യയാണെന്ന്. അതാണ് വകുപ്പ്. തേടി വള്ളി കാലിച്ചുട്ടി എതിലേ പോയാലും പറ്റില്ലല്ലോ. ഇവിടെ പോയി എനിക്ക് വയ്യ ഇനി ഈ തീക്കളിക്ക്. ഞാൻ ഇവിടുന്ന് പോവുക. എന്നെ കാണാതെ നിനക്കല്ലേ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യാത്തത്. 2 വഞ്ചി കൂടെ കാലി ഔട്ടാ എനിക്ക് വയ്യ. അപ്പൊ ഭാര്യയാണല്ലേ? ക്ഷമിക്കണം. ഒളിഞ്ഞു നോക്കുന്നു. അടുക്കള പുറത്ത്. ഞാൻ ഒരു കാര്യം ഒന്നും പറയണ്ട. നിന്റെ മോന്തെ ശരിയാക്കി തരാം. കേറട്ടെ കേറട്ടെ. ഈ വശത്തെ ചെവി പഞ്ചറായി. ഇവിടെ ഉണ്ട്. ഇന്ന് ചെവി, നാളെ മൂക്ക്, മറ്റന്നാ കണ്ണ്. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നിന്റെ അവയവങ്ങൾ ഓരോന്നായി ഫ്യൂസ് ആയിക്കൊണ്ടിരിക്കും. സൂക്ഷിച്ചോ ഈശ്വര. മൂത്ത ഇളകി ഇളകി ആണ്ട് എല്ലാത്തിനും ഇളകിപ്പോ. ഒരു വക്കീലിന് ആവശ്യം തെളിവുകളാണ്. തെളിവുകളില്ലാതെ